തലഭാഗവും വാലുഭാഗവും നന്നായി മൊരിഞ്ഞ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നടുവ് ഭാഗം കുറച്ച് ചൂടായ ശേഷം തലഭാഗത്താണ് മൊരിയേണ്ടതെങ്കിൽ ഇങ്ങനെ ചട്ടി ചരിച്ചു വെക്കുക. അപ്പോൾ എണ്ണ തലഭാഗത്ത് ഇരുന്ന് മൊരിഞ്ഞു. അതുപോലെ കുറച്ച് കഴിയുമ്പോൾ വാല് ഭാഗത്ത് നന്നായി മൊരിയാനായിട്ട് വാല് ഭാഗത്തേക്ക് ചരിച്ച് വെക്കുക. ഓക്കെ. നമുക്കിന്ന് മീൻ വറുക്കാനുള്ള സാധനങ്ങൾ എടുക്കാം. ഇഞ്ചി, പച്ചമുളക്, ഉലുവ, ഉള്ളി, വെളുത്തുള്ളി, വേപ്പില. ഇത് മിക്സിയിലിട്ട് അടിച്ചെടുക്കുക. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കുക. ഇതിലേക്ക് ഒരു നാരങ്ങ കൂടി പിഴിഞ്ഞ് ചേർക്കുക. മിക്സിയിൽ അടിച്ചെടുത്ത പേസ്റ്റിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല അതും കൂടി ചേർത്ത് മിക്സ് ചെയ്യുക. നമ്മൾ ഉപ്പ് ചേർത്താണ് മിക്സിയിൽ അടിച്ചിരിക്കുന്നത്, അതുകൊണ്ട് വീണ്ടും ഉപ്പ് ചേർക്കണമെന്നില്ല, വേണമെങ്കിൽ ചേർത്താൽ മതി. ഈ പേസ്റ്റിലേക്ക് പൊടികളെല്ലാം മിക്സ് ചെയ്ത് ഇതാണ് നമുക്ക് വറുക്കാനുള്ള മീൻ. അതിലേക്ക് പുരട്ടുക. നന്നായി എല്ലാ ഭാഗത്തും പിടിക്കുന്ന വിധത്തിൽ നന്നായി പുരട്ടുക. ഇത് ഫ്രീസറിലേക്ക് എടുത്ത് വെക്കും. പുരട്ടിയ മീൻ ഫ്രീസറിലെടുത്ത് വെച്ചിട്ട് ആവശ്യാനുസരണം എടുത്ത് ഉപയോഗിക്കാം. നല്ല ഉപ്പും പുളിയും എല്ലാം നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാവും. ഇത് എനിക്കിപ്പം വറുക്കാനുള്ളത്. മീൻ വറുക്കാനുള്ള ചട്ടി വച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കുക. എന്നിട്ട് മീൻ എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് മീനെടുത്ത് വെക്കുക. അത് തിരിച്ചും മറിച്ചും ഇട്ട്, കൂടുതൽ വേവേണ്ടാത്ത ആളുകൾക്ക് നേരിയതായിട്ട് ഫ്രൈ ആക്കുക. കൂടുതൽ മൊരിയേണ്ട ആളുകൾക്ക് അതുപോലെ മൊരിയിച്ച് എടുക്കുക. കണ്ടോ, ഇതുപോലെ ഇട്ട് ഓരോന്ന് ഇട്ട് തിരിച്ചും മറിച്ചും ഇട്ട് മൊരിയിച്ചെടുക്കുക. മറുപുറം മറിച്ചിട്ടിട്ടുണ്ട്. കണ്ടോ, ഒരു സൈഡ് കുറച്ച് മൊരിഞ്ഞിട്ടുണ്ട്. മറ്റേ വശത്ത് മൊരിഞ്ഞ് പോയി കഴിയുമ്പോൾ നമുക്കൊന്നും കൂടി തിരിച്ചും മറിച്ചും ഇട്ട് വേവിച്ചെടുക്കാം, വറുത്തെടുക്കാം. കണ്ടോ, മറുപുറം നന്നായി മൊരിഞ്ഞിട്ടുണ്ട്. അടുത്ത നേരത്തെ മറിച്ചിട്ട ഭാഗം ഒന്നും കൂടി മറിച്ചിട്ടുണ്ട്. ആ ഭാഗം കുറച്ചും കൂടി വേവാനുണ്ട്. രണ്ടാമത്തെ മീനും മൊരിയാനിട്ടിട്ടുണ്ട്. തലഭാഗം മാംസം കൂടുതലുണ്ട്, ആ ഭാഗം ആദ്യം ചരിച്ച് വെച്ച് മൊരിക്കുക. രണ്ടാമത്തെ മീനും മറിച്ചിട്ടിട്ടുണ്ട്. അടുത്ത ഭാഗം മൊരിക്കുക. തലഭാഗം ഇങ്ങനെ ചരിച്ച് വെച്ച് കൊടുക്കുക. ചട്ടി ചെറുതാണെങ്കിൽ, എണ്ണ കുറവാണെങ്കിൽ ഇങ്ങനെ ചെയ്യാം. രണ്ടാമത്തെ മീനും മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ.